നമസ്കാരം. വിചിത്രമായ ഒരു കാലത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ സമൂഹം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുമെന്ന് കഴിഞ്ഞ കുറേ കാലം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. ആ ശ്രേണിയിൽ നിരവധി വാർത്തകൾ വരുന്നു. വീട്ടിൽ കയറി അയൽവക്കക്കാരൻ 3 പേരെ കൊന്ന് ഒരാളെ മൃതപ്രായനാക്കി കൂളായി ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നു. മറുഭാഗത്ത് പോലീസിൻ്റെ കാലിൽ പിടിച്ചിട്ടും അവർ സംരക്ഷണം ഒരുക്കാത്തതുകൊണ്ട് 2 പെൺകുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് അമ്മയെയും അപ്പനെയും അമ്മൂമ്മയെയും ഒക്കെ വെട്ടിക്കൊല്ലുന്ന അയൽവക്കക്കാരൻ. അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് 20 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു കഞ്ചാവിനടിമയായ ആൾ വന്ന് കെട്ടിയിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി അച്ഛനാവുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് 90 കഴിഞ്ഞ അപ്പനെയും അമ്മയെയും മകൻ വീട്ടിലിട്ട് കൊന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. വിചിത്രമായ ഇത്തരം വാർത്തകളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന മറ്റൊരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊഴുക്കുകയാണ്. പത്തനംതിട്ട റാന്നി സ്വദേശിയായ ഒരു യുവാവ് കോട്ടയം കടുത്തുരുത്തിക്കാരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നു. ഈ യുവാവിൻ്റെ അപ്പനെയും അമ്മയും നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായി കോവിഡ് എത്തിച്ചത് അവരാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവർക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇറ്റലിയിൽ നിന്നും ഒരു കുടുംബം വന്നു. ആ കുടുംബം രഹസ്യമായി താമസിച്ചു, അവിടെയും ഇവിടെയും പോയി എന്ന് പറഞ്ഞ് ആ സമയത്ത് വലിയ കോളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പോയ വഴികളിലൂടെയൊക്കെ ആയിരുന്നു മാധ്യമങ്ങളുടെ സഞ്ചാരം. നമ്മൾ ഓർക്കുന്നില്ല, ഈ കോവിഡിന് തുടക്കം അങ്ങനെയാണ്. ആദ്യമായി വിദേശത്ത് നിന്നെത്തുന്ന ഒരു കുടുംബം, അവർക്കാണ് കോവിഡ് ഉണ്ടായതും അവരെ ആശുപത്രിയിലാക്കിയതും ഒക്കെ വലിയ വിവാദമായിരുന്നു. അവരെ യാത്ര ചെയ്ത വഴികളൊക്കെ കേരളത്തിലെ ചാനലുകൾക്ക് വലിയ ചാകരയായിരുന്നു. ആ കുടുംബത്തിലെ ആ വിവാദമായ ആ കുടുംബത്തിലെ മകനാണ് ഇറ്റലിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ വന്ന് വിവാഹം കഴിക്കുന്നു. കടുത്തുരുത്തിക്കാരിയാണ് പെൺകുട്ടി. ക്നാനായ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഈ റാന്നിയുടെ പ്രത്യേകത, ഈ ക്നാനായ യാക്കോബായ സഭ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ് റാന്നി. നമ്മുടെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിം ഒക്കെ ആ സഭാ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഏറ്റവും സ്വാധീനം, ആ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സമുദായം ഈ ക്നാനായ യാക്കോബക്കാരാണ്. റാന്നി സെന്റ് തോമസ് കോളേജൊക്കെ അവരുടെയാണ്. അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയെ കടുത്തുരുത്തിയിലെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടിറക്കിയിട്ട് പോകുന്നു. എറണാകുളം വരെ പോവാണ്. അപ്പൻ എന്തോ ചികിത്സയുടെ പ്രശ്നമുണ്ട്, 25 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോയി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആകപ്പാടെ അന്തിച്ചിരിക്കുന്നു. വീട്ടിൽ പോലും കയറാതെ പോയ ചെറുപ്പക്കാരൻ അന്ന് തന്നെ ഇറ്റലിക്ക് തിരിച്ചുപോയി. അതായത് വിവാഹം കഴിയുന്നു, പിറ്റേ ദിവസം വൈകുന്നേരം ഈ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറ്റലിക്ക് പോകുന്നു. ഒരു രാത്രി മാത്രം. ഇത് ആ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ആരും അറിയേണ്ടതില്ല. അവർ ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുക ചെയ്യണം. പക്ഷേ പൊടുന്നനെ ചെറുക്കന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. ഈ പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും വിവാഹ ഫോട്ടോ അടക്കം ധാരാളം ഫോട്ടോകൾ സഹിതം വലിയ തോതിൽ വാർത്ത പ്രചരിക്കുകയാണ്. ആ വാർത്തയിൽ പറയുന്നത് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആയിരുന്നോ, ഈ പെൺകുട്ടിയും വീട്ടുകാരും കബളിപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വാർത്ത പ്രചരിക്കുന്നത്. അങ്ങനെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യം കേൾക്കും. ആന്റി, ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ്. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാ. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. ഇവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. ഇവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നോണ്ട് അവന് പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം. ആ പയ്യന് മറുപടിയുമായി ഒരു ചേച്ചി രംഗത്ത് വരുന്നുണ്ട്. ചേച്ചി കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നു. ആദ്യ രാത്രിയിൽ സംഭവിച്ചത് എന്തെന്ന് പോലും പറയുന്നു. ഞാനിത് അറിഞ്ഞായിരുന്നടാ, ഇന്നലിപ്പോ ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പോയിന്റ് ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷെ അപ്പൊ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ച് അവിടെ നിന്ന്
കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി. 12 1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ? ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാ കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എന്തിയാ മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അതെന്തിനാ ആ മാല? അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഈ രവി അറിയാതെ ഇവിടെ വീട്ടിൽ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. അവൻ UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടോ തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. ഈ 2 ഓഡിയോ ക്ലിപ്പുകളും ധാരാളം ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇതിന്റെ നിജസ്ഥിതി എന്ത് എന്ന് അറിയാനുള്ള കൗതുകം ആളുകൾക്കുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതിന് അതിരുകളില്ലാതെ അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. അത് എത്താത്ത മനുഷ്യരാരുമില്ല. ഇതിനിടയിൽ മറുഭാഗത്ത് സംഭവിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, പെൺകുട്ടി അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നല്ല പേരുള്ള കുടുംബമാണ്. ആ കുടുംബത്തെ അറിയാവുന്ന ആരും പറയുന്നില്ല ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നോ ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്നോ. ആ കുടുംബം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളെ കബളിപ്പിച്ചിട്ട് മുങ്ങി വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയി, സ്വർണവും മറ്റ് ആഭരണങ്ങളും പോലും കൊണ്ടുപോയി, അത് നഷ്ടപ്പെട്ടു, പണമൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൃത്തികെട്ട നുണക്കഥകൾ പറഞ്ഞ് അപമാനിക്കുന്നു എന്നാണ് വീട്ടുകാരുടെ ഭാഷ്യം. അവരുടെ സഹോദരൻ അടക്കമുള്ളവർ പറയുന്നു 100% വ്യാജമാണ്, പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല, വെറുതെ പറയുന്നതാണ്, ചതിച്ചതിന് ശേഷം അവരൊരുക്കിയ നുണക്കഥയാണെന്ന് പറയുന്നു. ഞാൻ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനെ വിളിച്ചു. SHOയെ പലതവണ വിളിച്ചെങ്കിലും എടുത്തില്ല. ഞാൻ പിന്നെ ലോ ആൻഡ് ഓർഡറിന് ചുമതലയുള്ള ശരണ്യ എന്ന പേരുള്ള SIയെ വിളിച്ചു. വനിതാ SI എന്നോട് പറഞ്ഞു, അവർ തന്നെയാണ് ആ കേസ് കൈകാര്യം ചെയ്തത്. ആ കേസ് വഞ്ചിച്ചിട്ട് പോയി എന്നതാണ്. കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ കൊണ്ട് വിട്ടിട്ട് പോയി, വളരെ വിചിത്രമായ കേസാണ് എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ട്രാൻസ്ജെൻഡർ എന്നൊരു ആരോപണമുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇങ്ങനെ ഞാനും കേട്ടു, സോഷ്യൽ മീഡിയയിൽ കേട്ടു, പക്ഷേ അതേക്കുറിച്ച് വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല, ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. നമുക്കിപ്പം അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വഞ്ചന കേസാണ്. വഞ്ചന കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഈ ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരനെ കിട്ടിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയൂ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞാൽ, അതായത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരാം. ഇപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ പരിശോധന അടക്കമുള്ള സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല, അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാണ് SI പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇത് വാസ്തവത്തിൽ അവർ തമ്മിൽ കൗൺസിൽ ചെയ്ത് തീരേണ്ട ഒരു വിഷയമാണ്. ഇതെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും എല്ലാം കൂടി വഷളാക്കരുത് എന്ന് എന്നോട് SI നിർദ്ദേശിക്കുകയും ചെയ്തു. SI അതാണ് പറയുന്നത്, വഞ്ചന കേസെടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് പച്ച കള്ളമാണ്, ഒരു ബന്ധവുമില്ല എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. പക്ഷെ ചെറുക്കൻ്റെ വീട്ടുകാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ റാന്നിയിലെ പ്രമുഖരായ ചില പൊതുപ്രവർത്തകരടക്കമുള്ളവരോട് സംസാരിച്ചു. ഞാൻ ഈ വീട്ടുകാരോട് ചോദിച്ചില്ല. അപ്പൊ ഈ പൊതുപ്രവർത്തകർ ചിലർ എന്നോട് പറഞ്ഞത്, ഈ ആൺകുട്ടിയുടെ വീട്ടുകാരോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു. വളരെ കൃത്യമായി തന്നെ അമ്മ ഇതേ ആരോപണം ഉന്നയിക്കുന്നു, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അമ്മ പറയുന്നു, അതുകൊണ്ടാണ് ഭയന്ന് പോയത് എന്നാണ് പൊതുപ്രവർത്തകർ പോലും എന്നോട് പറഞ്ഞത്. അതായത് വരന്റെ വീട്ടുകാർ പറയുന്നു, അവരെ വഞ്ചിച്ചു, അവരെ പറ്റിച്ചു, പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന്. വധുവിന്റെ വീട്ടുകാർ പറയുന്നു, അവരെ വഞ്ചിച്ചു, കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം ഉപേക്ഷിച്ചിട്ട് പോയി. സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇത് വൈറലാണ്. ഈ വിഷയത്തിന്റെ സത്യം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ വഞ്ചിച്ചിരിക്കുന്നത് റാന്നിക്കാരനായ ചെറുപ്പക്കാരനാണ്. ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇയാൾ പറയുന്നത് നുണയാണെങ്കിൽ, അത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് കള്ളക്കഥയാണെങ്കിൽ ആ ചെറുപ്പക്കാരനെ വെറുതെ വിട്ടുകൂടാ. 2 ഗൗരവമായ കുറ്റകൃത്യം ചെയ്തു. 1, വിവാഹത്തിന് പിറ്റേന്ന് തന്നെ ഉപേക്ഷിച്ചു, ഗൗരവമായ കുറ്റകൃത്യമാണ്, അത് വീട്ടിൽ പോലും കയറാതെ പോയി. 2, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് നുണ പറഞ്ഞു, അത് അതിനേക്കാൾ ഗൗരവമായ കുറ്റകൃത്യം, ആ പെൺകുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് വ്യാജമാണെങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത്. ഇനി അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായും അതിലൊരു വഞ്ചന വീട്ടുകാരുടെ ഭാഗത്തുമുണ്ട്.
ഗൗരവമേറിയ വിഷയമാണ്. ഇതൊക്കെ നാട്ടുകാരെ അറിയിച്ചത് അവർ വഞ്ചന നടത്തിയതുകൊണ്ട് ഇതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞാൽ മതിയാവും. ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. അയാൾ ദയവായി പോലീസിനെ ബന്ധപ്പെടുകയും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്ത് ഈ ദുരൂഹത അഴിക്കേണ്ടതുണ്ട്. രണ്ടുപേരും പരസ്പരം വഞ്ചന ആരോപിക്കുമ്പോൾ സത്യമറിയേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരനാണ് കുറ്റക്കാരൻ, അയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വഞ്ചനയ്ക്ക്. വധുവിനെ കുറിച്ച് വരന്റെ വീട്ടുകാർ പറയുന്ന ആരോപണം മാത്രമേ ഉള്ളൂ, മറ്റൊരു തെളിവും സാക്ഷികളും അതിനില്ല. ഈ ദുരൂഹത അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും വിചിത്രമാണ് നമ്മുടെ നാട് എന്നതിൻ്റെ മറ്റൊരു തെളിവായി മാറുന്നു ഈ ആരോപണം.